ഈ ആൺ പെൺ സൗഹൃദങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പല ആളുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പലതരം ഉത്തരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സുഹൃത്തുക്കളാവാൻ പറ്റുമോ? പറ്റും. ഒരു പ്രായമായാൽ ഏത് പ്രായത്തിലാവാം. അതെന്താ പറ്റുക? അല്ല, ലൈംഗിക ആകർഷണം ഉണ്ടാവുമല്ലോ. ഇല്ല, അത് തുടക്കത്തിലാവാം. ഇപ്പോൾ നിങ്ങൾ പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് ഇരിക്കുക, നമ്മൾ സൗഹൃദത്തിലാവുന്ന ഒരു ഘട്ടമുണ്ട്, തുടക്കം. ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ലൈംഗികാകർഷണമാവും ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക. അത് മറച്ചു പിടിക്കാനാവാൻ നമ്മൾ സൗഹൃദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷേ ആ സൗഹൃദം അങ്ങനെ ഒരു തീഷ്ണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികത മാറ്റി നിർത്താം. വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോവാം. അത് കുറേയൊക്കെ നമ്മളെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്, കുട്ടികളെ കുഴപ്പമില്ല. നമുക്ക് തോന്നുകയാണ് അവർ തമ്മിൽ ഇത് സൗഹൃദം മാത്രമല്ലല്ലോ, എന്തോ മറ്റു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നുള്ള നമ്മളെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്, കുട്ടികളെ കുഴപ്പമില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ. ഇപ്പോഴത്തെ കുട്ടികൾ കൃത്യമായിട്ട് അറിയാം ഇവിടെ വെച്ചാണ് ഈ ലൈംഗികതയുടെ അതിര് ഭേദിക്കുന്നത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ടത്തെ പെൺകുട്ടികൾ അല്ല, സമൂഹമല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. എൻ്റെ മക്കളായാലും ആരും മക്കൾ അവർക്കറിയാം കൃത്യമായിട്ട് കൂട്ടുകാരൻ എപ്പോഴാണ് ലൈംഗികമായിട്ട് എൻ്റെ തൊടുന്നത്. ഒറ്റ സ്പർശത്തിൽ നിന്ന് പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളെ സ്പർശം സൗഹൃദത്തിൻ്റെതാണോ കരുണയുടേതാണോ ഒരു നോട്ടത്തിൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങൾ ഇഷ്ടംപോലെ ആവാം, ഇപ്പോഴും ഉണ്ട് താനും. പക്ഷേ സമൂഹം അത് അംഗീകരിച്ചു കൊടുക്കാൻ എപ്പോഴും പാടാണ്. നല്ല സൗഹൃദങ്ങൾ അവരെങ്ങനെയെങ്കിലും കിട്ടാത്ത വേറെ ആൾക്കും അങ്ങനെ കൂടി കേട്ടോ. ആ ഒരു കുസുമ്പ് അടുക്കള എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെ എൻ്റെയൊക്കെ തലമുറ കിട്ടിയില്ല. എൻ്റെയൊക്കെ ഒരു ഏജ് പ്രായത്തിൽ 18-17 വയസ്സിലേക്കുള്ള സമയത്ത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് ചിരിച്ചാൽ അത് പ്രണയം ഉറപ്പിച്ചു നാട്ടുകാർ. ഗ്രാമങ്ങളിലെ അവസ്ഥ ഞാൻ പറയുന്നത്. വീട്ടിലെ ആൾ വരും, സ്വാഭാവികമായിട്ടും വരും. പെൺകുട്ടിക്ക് അടി കിട്ടലായി, ആൺകുട്ടി നാട് വിട്ടു പോകലായി, അല്ലെങ്കിൽ പിന്നെ അത് പ്രണയമായിട്ട് മുന്നോട്ട് പോവുക ചെയ്യുക. സത്യത്തിൽ പ്രണയമൊന്നും ഉണ്ടാവില്ല, ഒന്ന് ചിരിച്ച വിഷയമായിരിക്കും. പ്രണയിച്ച് പിന്നെ കല്യാണം കഴിച്ച എത്രയോ കേസുകൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ചുമ്മാ വെറുതെ നോക്കി ചിരിച്ചതായിരിക്കാം. ഇപ്പം അങ്ങനെയല്ലോ, ആൺകുട്ടികൾ മുകളിൽ തോൾ കൈയിട്ട് ഞങ്ങളെ കവലയിൽ ഗ്രാമങ്ങളിലൊക്കെ കാണുന്നത്. വളരെ ആരോഗ്യകരമായ ഒരു കാര്യമാണ്. ആരോഗ്യമാണ്. അത് ദുരുപയോഗം ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ വേറെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവും. എല്ലാ സാഹചര്യത്തിലും മനുഷ്യൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. ആൺകുട്ടികളായാലും പെൺകുട്ടിയായാലും ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ പറയണല്ലോ, എല്ലാം നല്ലതെന്ന് നമുക്ക് പറയാൻ വയ്യ. എന്ന് വെച്ചാൽ പഴയതൊക്കെ മോശം, ഇപ്പോഴത്തെ നല്ലതെന്ന് പറയാൻ വയ്യ. അങ്ങനെയല്ല, എല്ലാ കാലത്തും ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലതും മോശമായിട്ടുണ്ട്. പക്ഷെ പണ്ട് വളരെ കഷ്ടമായിരുന്ന അവസ്ഥ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾ നല്ല വെൽ എഡ്യൂക്കേറ്റഡാണ്, കാര്യങ്ങൾ മനസ്സിലാവും. പണ്ടൊക്കെ ബസ്സിൽ നടക്കുന്ന പീഡനങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുക. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനൊക്കെ ചെയ്ത ആളായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട്. ഇപ്പം അങ്ങനെയല്ല, കുട്ടികൾ കൃത്യമായിട്ട് തിരിഞ്ഞെന്ന് പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറവാണ്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇരുട്ടുള്ള വഴി കൂടി ഒരു 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും 10 മണിക്കൊക്കെ എൻ്റെ മക്കൾക്ക് വരെ കവലയിൽ നിന്ന് വീട്ടിലോട്ട് വരാം. ഒരു കാലത്ത് പറ്റില്ല, നമുക്കും പേടിയാണ് കുട്ടികളെ വിടാൻ. ഇപ്പം അങ്ങനെയല്ല. സമൂഹത്തിന് ആ മാറ്റം വന്നിട്ടുണ്ട്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കയറി പിടിക്കാനുള്ള വസ്തു അല്ല എന്നുള്ള ബോധം വന്നിട്ടുണ്ട്. ഈ പിടിച്ച അടി കിട്ടും എന്നുള്ള ബോധം കൂടി വന്നിട്ടുണ്ട്. അതാണ് കൂടുതൽ വന്നിട്ടുണ്ടാവുക. അങ്ങനെ കുട്ടികൾ വെൽ ഡ്രസ്സഡ് ആണ്, മോഡേൺ ഡ്രസ്സഡ് എന്ന് അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എന്താ എനിക്ക് വേണ്ടത് തിരിഞ്ഞെന്ന് ചോദിക്കും കുട്ടികളെ. അപ്പോൾ പിന്നെ പറ്റത്തില്ല. പണ്ടത്തെ പെൺകുട്ടികൾ തലതാഴ്ത്തി നാണിച്ച് നമ്മുടെ പുരുഷൻ്റെ സങ്കല്പത്തിനനുസരിച്ച് തലതാഴ്ത്തി ലജ്ജിച്ച് നടക്കണം എന്നായിരുന്നല്ലോ നമ്മളെ സങ്കല്പം, അല്ലേ? പെണ്ണ് അന്നൊക്കെ അത് ഒരു കാലത്ത് ജീൻസും പാൻറ്റും ചുണ്ടും ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും തല തെറിച്ചവളും എന്തൊക്കെയായി മാറി. ഇപ്പം അങ്ങനെയല്ല, എൻ്റെ മക്കളൊക്കെ ലിപ്സ്റ്റിക് ഇടും. എല്ലാ കുട്ടികളും ഇടുന്നുണ്ട്, അല്ലേ? ഡ്രസ്സിലും മാറ്റം വന്നിട്ടുണ്ട്, വസ്ത്രധാരണത്തിൽ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം വൾഗറാകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുള്ളത് വേണം. അവിടെയുണ്ട് ഒരു അതിർ വരുമ്പോൾ നിങ്ങൾക്ക്, അല്ലേ? നിങ്ങൾക്ക് ബിക്കിനി ഇട്ട് റോട്ടിലൂടെ നടക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത്. അല്ല, എല്ലാവരും ബിക്കിനി ഇട്ട് നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അവിടെ വെച്ച് ഓക്കെയാണ്. എല്ലാവരും ബിക്കിനി ആണെങ്കിൽ ഓക്കെയാണ്, അല്ലേ? 100 പേര് വേറെ എല്ലാം മൂടി നടക്കുകയും ഒരാൾ മാത്രമാകുമ്പോൾ അത് വല്ലാതെ നേരെ തിരിച്ചും അത് തിരിച്ചു അപ്പോഴേ ശ്രദ്ധിക്കപ്പെടുക, ആകർഷിക്കപ്പെടുക, വിഷയങ്ങൾ ഉണ്ടാവുക. ഒരു പൊതു സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് ശീലമായി മാറി. എല്ലാവരും മദ്യപിക്കുന്നവരാണെങ്കിൽ ഓക്കെ ആണല്ലോ. പിന്നെ മദ്യപാനം ഒരു മോശമല്ല. പുരുഷനും സ്ത്രീയും തമ്മിൽ എന്താ വ്യത്യാസം? ജനിതകമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും എന്ന് വെച്ചാൽ മാനസികമായിട്ട് പുരുഷനും സ്ത്രീയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങളെ ശരീരഘടനയിലുള്ള ലൈംഗിക അവയവങ്ങളിലുള്ള വ്യത്യാസം ഇത് മാറ്റി നിർത്തിയ കാര്യമായ ഒരു വ്യത്യാസം ആന്തരികമായിട്ട് വ്യത്യാസങ്ങളേ ഇല്ല. പക്ഷേ സ്ത്രീയുടെ കാര്യത്തിൽ കുറേ കൂടി കരുണയും സഹതാവും ക്ഷമാശീലവും സഹനവും ഇതൊക്കെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടോ എന്തോ അറിയില്ല, ജനിതകമായിട്ട് കിട്ടിയതായിരിക്കാം. മാനസിക ഭാവം കുറച്ചുകൂടി കരുണ, ആർദ്രത നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റുക. എല്ലാ സ്ത്രീകളിലല്ല, അപേക്ഷയുമായിട്ട് പുരുഷനെയും സ്ത്രീയെ കമ്പയർ ചെയ്യുമ്പോൾ കരുണയും അലിവും സ്നേഹവും ഒക്കെ ഉള്ളത് സ്ത്രീകളിലാണ്. പുരുഷൻ എപ്പോഴും ഒരു വയലൻസിലേക്ക് പോകുന്ന അത് അവൻ്റെ ജനിതക ഘടനയാണ്. അവൻ്റെ കുറ്റം പറയാൻ പോയി. അപ്പോൾ എൻ്റെ ഘടനയാണത്, എന്നെ തിരുത്താം, ഞാൻ തിരുത്താം. അതെ, അതുകൊണ്ട് തന്നെയാണ് വേട്ടയാടി ജീവിച്ച് അവിടെ നിന്നല്ല
ജീനല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. അവിടുന്ന് പുരോഗമിച്ച് വന്നെങ്കിൽ ആ ജീന് നമ്മുടെ ഉള്ളിലുണ്ട്. അക്രമവാസനയുടെ അല്ല, അവന് ഇണ കിട്ടണമെങ്കിൽ വയലൻസ് കാണിക്കണം. വേണം, എനിക്ക് വേണ്ടിയിട്ടും കാണിക്കണം. വയലന്റ് അല്ലാത്ത ഒരു പുരുഷൻ ഇണകൾ കിട്ടാൻ സാധ്യത കുറവായിരുന്നു ഒരു കാലത്ത്. ആ ഒരു ജനിതക ബോധം ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഉണ്ടല്ലോ കവലയിൽ അടി ഉണ്ടാക്കുന്ന ആൺകുട്ടികൾ. ഒരു കൗമാരം കഴിഞ്ഞ് യൗവനാരംഭം തുടങ്ങുന്ന പ്രായത്തിലെ കുട്ടികൾ ചുമ്മാ അടി ഉണ്ടാക്കും കോളേജിലൊക്കെ. ഹീറോ ആവാനോ അങ്ങനെ ആയാൽ ലൈംഗികാകർഷണം അല്ലെങ്കിൽ ഇണ ആകർഷിക്കുന്ന അബോധമായ ധാരണയാണ്. സിനിമകളിൽ പോലും ഉണ്ടല്ലോ. ഉണ്ട്. സിനിമ സമൂഹത്തിന്റെ സൃഷ്ടി തന്നെയാണല്ലോ, സമൂഹത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ആയതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും സിനിമയിലും ഉണ്ടാവും, സാഹിത്യത്തിലും ഉണ്ടാവും. അനുഭവങ്ങൾ എനിക്ക് പുസ്തകങ്ങളെ പറ്റിയുള്ള എഴുത്ത് വായിച്ചു. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അനുഭവങ്ങളെ ആണ്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് താങ്കളുടെ ഈ വിവാഹം, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് കാണാൻ പോകുന്ന ഉണ്ടല്ലോ, അതിൽ രണ്ടാമത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്ന അല്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. ഒന്നാമത്തത് ഒരു പെൺകുട്ടി നമ്മളെ വേണ്ടാന്ന് പറയുമ്പോ ഒരു മെയിൽ ഈഗോക്ക് കിട്ടുന്ന ഒരു എനിക്കൊക്കെ ഉണ്ട്. എല്ലാവർക്കും നിങ്ങൾ കുറവുകൾ ഉണ്ടാവില്ല. അല്ല, കുറവുകളില്ലാത്ത ആരാളുള്ളത്? അല്ല, അങ്ങനെ നിങ്ങൾ സൈക്കാട്രിക് പ്രശ്നം അനുഭവിച്ച ആളല്ലല്ലോ. എനിക്കിത് അറിയാം കൃത്യമായിട്ട്. എനിക്ക് സൈക്കാട്രിക് പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായി നല്ല ബോധ്യമുണ്ട്. നമ്മൾ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അത് ഒന്നും അപ്പൊ ഇഷ്ടമില്ല എന്ന് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അല്ല, വേണം. പക്ഷെ അത് മാത്രമല്ല, അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു, വേണം. അവരുടെ ധൈര്യത്തെ വേണം. അല്ല, അതങ്ങനെ തന്നെ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, ഞാൻ അംഗീകരിക്കുക. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലം എന്താണ്? ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുകയും ആ പെൺകുട്ടി ഒന്നുകിൽ ഇഷ്ടമല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയോ ചെയ്യുന്ന പെൺകുട്ടിയുടെ മുഖത്തോട്ട് ആസിഡ് ഒഴിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു പെൺകുട്ടിയോട് ബഹുമാനം തോന്നി എന്നുള്ളത്, അതാണ് ഈ മൊത്തം പുസ്തകത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ചത്. അതാണ്. ബാക്കി കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ കുറെ അതിൽ കണ്ടു. അല്ലാതെ എല്ലാവർക്കും ഉള്ളത്, എല്ലാവർക്കും അത്രയൊന്നുമില്ല. അല്ല, എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് അടിത്തട്ടിലുള്ള മനുഷ്യരെ കാണാൻ ഇത് അവർക്ക് എഴുതി പഠിപ്പിക്കാനുള്ള ഭാഷ ഉണ്ടായിരിക്കില്ല. ഒന്ന്, അവർക്ക് സമയമല്ല പുസ്തകം വായിക്കാനും എഴുതാനും. അവർക്ക് സമയമല്ല. അവർക്ക് ജീവിതത്തിൽ രണ്ടറ്റം കുട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനേ സമയമുള്ളൂ. വായിച്ചാലല്ലേ അവർക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലും ദുരിതങ്ങൾ ഒരുപാട് മനുഷ്യർ എൻ്റെ പരിസരത്ത് ചുറ്റുമുണ്ട്, നമ്മൾ കാണുന്നതാണ് വരെ. അവർക്കത് പഠിപ്പിക്കാനുള്ള ഭാഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി മാത്രം എഴുതിയ കാര്യങ്ങളല്ല കുറേയൊക്കെ എൻ്റെ സഹജീവികളും അതിലുണ്ട്. പലരും വിളിച്ചെന്ന് പറഞ്ഞു. അതായത് ഇതെല്ലാം കണ്ടിട്ട് പലരുടെ അനുഭവങ്ങൾ വിളിച്ച് പറഞ്ഞു വേണമല്ലോ. ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അനുഭവിച്ചേക്കാൾ വലിയ വേദന അനുഭവിച്ച ആളുകൾ, അങ്ങനെ വിളിച്ച് ഏതെങ്കിലും ഒരു കഥ പറയാമോ? ഇഷ്ടംപോലെയുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ അധികവും സ്ത്രീകളായിരിക്കും. അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പീഡനങ്ങളുണ്ട്. ചെറുപ്പത്തിലും ഒരു 14 വയസ്സിൻ്റെ ഉള്ളിൽ അച്ഛനാൽ സഹോദരനാൽ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുക. ഈ കുട്ടിക്കത് പുറത്ത് പറയാൻ വയ്യ. 6 വയസ്സിലൊക്കെ ഉണ്ടായ ആ ഒരു ട്രോമ ആരോട് പറയും? പിന്നെ വളരെ മുതിർന്നതിന് ശേഷം, ഈ ബോധമൊക്കെ വന്നതിന് ശേഷം അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവും. അച്ഛൻ നാട്ടിൽ നല്ല മനുഷ്യനേക്കാരം. ഞാനിത് എങ്ങനെ പറയും? പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏട്ടനെ പറ്റിയാണെങ്കിലും ഏട്ടനും ഭാര്യയും കുട്ടികളുണ്ട്, ഇതാര് വിശ്വസിക്കും? അങ്ങനെ ചോദിക്കുന്ന മനുഷ്യരോട് അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ സങ്കല്പത്തിലേ ഇല്ല. എന്നുവെച്ചാൽ എനിക്കത് അനുഭവിക്കേണ്ടി വന്നില്ല. എനിക്ക് സ്വവർഗീയതയൊക്കെ കോഴിക്കോട് ഹോട്ടലിൽ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കും. 9-6 വയസ്സിലാണത്. ഒരു ബോധവും ഇല്ല. പക്ഷെ വളർന്നിട്ടാണ് അവരത് കൃത്യമായി തിരിച്ചറിയുന്നത്. എന്താണ് എനിക്ക് സംഭവിച്ചത്? അപ്പോൾ തീവ്രത കൂടെ ചെയ്യുന്നത്. മരണം വരെയൊക്കെ അവരത് വിട്ടുപോയില്ല. അച്ഛൻ മരിച്ചാലും ശരി, ഉപ്പയോ അച്ഛനോ ആരാവട്ടെ മരിച്ചാലും ശരി, ആ ഒരു ഇത് അവർ വിട്ടുപോയില്ല. അവർ എന്നോട് പറഞ്ഞത് ഹസ്ബൻഡുമായിട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവാം. ട്രോമ അവരത് അതിജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, കുറച്ചുകൂടി അരിവും സ്നേഹവും കരുണയും സ്ത്രീകൾക്കുള്ളത്. അത് വെച്ചിട്ട് അതൊക്കെ അതിജീവിച്ച് കുട്ടികൾക്ക് മുല കൊടുത്ത് അവരെ പോറ്റി വളർത്തി സ്ഥിരം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. അവരെ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് പല സ്ത്രീകളും ഇങ്ങനത്തെ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള പല പീഡനങ്ങളും പറയില്ല. പറയാനുള്ള സാഹചര്യം ഇപ്പോഴും ഇല്ല. അച്ഛനാൽ അങ്ങനെയുണ്ട്. ബന്ധുക്കളാണെങ്കിൽ പിന്നെയും ഒക്കെ കുറേയൊക്കെ നമുക്ക് പറയാൻ ഒരു കാണുകയെങ്കിലും ചെയ്താൽ പറയാതിരിക്കാം. പക്ഷേ ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരാൾ ആണ്. ദൈവം തന്നെ ചെകുത്താനായി മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. അത് നമുക്ക് എഴുതി ഫലിപ്പിക്കാനും പറ്റത്തില്ല. എങ്ങനെ അത്തരം വിഷയങ്ങൾ നമ്മൾ എഴുതി ഫലിപ്പിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല. കുറേ ആളുകൾ അത് എഴുതോ എന്ന് ചോദിച്ച ആളുകളുടെ എന്നോട് അങ്ങനെ തന്നെ അവരോട് പറഞ്ഞു, എനിക്കത് എഴുതി ഫലിപ്പിക്കാൻ അറിയില്ല, അതിനുള്ള ഭാഷയൊന്നും എൻ്റെ കൈവശം ഇല്ല. നമ്മൾ കരഞ്ഞു പോകും അത്തരം അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ എനിക്ക് അവരോട് എഴുതാൻ പറയാനും വയ്യ. അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം, അവർക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്. അപ്പോൾ അവരങ്ങനെ എഴുതിയാൽ തന്നെ ഡയറിയിലെങ്കിലും എഴുതി അങ്ങനെ ആശ്വാസം കാണാം. അത്രേ ഉള്ളൂ. ആരും വായിക്കാതെ, ആരും വായിക്കാൻ കൊടുക്കാതെ ഭർത്താവിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ പുരുഷനാണല്ലോ, സ്വാഭാവികമായിട്ട് പിന്നെ അവിടെ എന്താ ഉണ്ടാവാൻ നമുക്ക് അറിയാം. അനുഭവം, ഇതിന് ഒരുപാട് അനുഭവങ്ങളുള്ള ഇങ്ങനത്തെ ട്രോമയൊക്കെ ഉള്ളില് കത്തി എരിയുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ കാണുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. പുരുഷന്മാരെ സ്ത്രീകൾ പീഡിപ്പിക്കുന്നത് ആളുകൾ തമാശയോടെയാണ് കാണുന്നത്. ഒരു പക്ഷെ താങ്കളുടെ എഴുത്തിലൊക്കെ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് സമൂഹം ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. ചിന്തിക്കാത്ത പുരുഷൻ മുൻതൂക്കമുള്ള സമൂഹമാണ്, പുരുഷന്റെ ആധിപത്യമുള്ള സമൂഹമാണ്. അപ്പൊ ചിന്തിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ ഉള്ളത് സ്ത്രീ പ്രതികരിക്കാൻ. ആരെങ്കിലും വിശ്വസിക്കും ഇങ്ങനൊരു കഥ പറഞ്ഞ കഥ എന്നാ നമ്മളെ വായിന്ന് കൂടി അല്ലേ? കഥ എന്നേ എനിക്കും പറയാൻ പറ്റുന്നുള്ളൂ. അത് കഥയല്ല, ഒരു ജീവിതമാണ്. ഇത് സത്യമാണെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. സത്യമാണ്. പക്ഷേ ഒരുപാട് കേസുകൾ അങ്ങനെ പറഞ്ഞപ്പോൾ 5-6 സ്ത്രീകൾ അങ്ങനെ എന്നെ നിരന്തരം വിളിക്കുന്ന കുറച്ച് പേരുണ്ട്, 4-5 ഇങ്ങനത്തെ ആളുകൾ. അപ്പോൾ നമ്മളിത് കേട്ടിരിക്കാൻ തയ്യാറായതുകൊണ്ട്, എന്ന് വെച്ചാൽ മറ്റൊരു ഉപാധി ഇല്ലാതെ നമ്മളത് കേട്ടിരിക്കുക. ഞാനത് എഴുതില്ല. അപ്പോൾ നിങ്ങളോട് പേര് പറഞ്ഞില്ല, ആരാന്ന് പ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് പറയില്ല. ഈ ഒരു ധൈര്യത്തിൽ എന്നോടത് പറയുന്ന ആളുകൾ, അവർക്ക് നിരന്തരം അത് കേൾക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ അവർക്ക് ആശ്വാസം കിട്ടും. അത് ഇപ്പോൾ അബ്ബാസ് കപ്പ് ഒരു ആശ്വാസമായിട്ടാന്ന് പറയും. അത് മാത്രമല്ല പറയുന്നത്, മറ്റു വിഷമങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി സൂചിപ്പിച്ച് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അത് മിനിമം അവരെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക. അല്ല, കേരള സമൂഹത്തിൽ ഇപ്പം ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചേഞ്ച് വേറൊരാൾ പറയണ ഇത്തിരി കേൾക്കാൻ റെഡിയാവുക എന്നുള്ളതാണെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കും ആരെയും കേട്ടിരിക്കാൻ സമയമില്ല. ഇങ്ങനത്തെ കേട്ടിരിക്കലേ ഉള്ളൂ. ആ കേട്ടിരിക്കലുണ്ട് സിനിമാ നടന്മാരതും എല്ലാ സെലിബ്രിറ്റികളതും ഒക്കെ ഉണ്ട്. അല്ലാതെ മനുഷ്യനെ കേട്ടിരിക്കുന്ന ഏർപ്പാട് വളരെ വളരെ കുറവാണ്. അത് കാരണം തന്നെ നമ്മൾ ഈ കാണുന്ന മാനസിക പ്രശ്നങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒക്കെ ഒരു പരിധി വരെ 60% കാരണം അതാണ്. നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു കൂട്ടുകാരിയോ കിട്ടിയാൽ അത് അവർ കേട്ടിരിക്കുന്ന ആളും കൂടിയാണ്. ഈ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് അവരുടെ എല്ലാ വേരുകളും അടർത്തി പുതിയൊരു സ്ഥലത്ത് നടുവാണല്ലോ. അപ്പൊ അവിടെ അങ്ങനെ ഒരു വേരുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരികയില്ല. പുരുഷന്മാർക്ക് പിന്നെയും സ്കൂളിൽ പഠിച്ചവരോ നമ്മളെക്കാളും തല്ലിപ്പൊളിയായിട്ടുള്ള ആരെങ്കിലും കാണും. അല്ല, പുരുഷന്റെ വീട്ടിലോട്ടാണ് സ്ത്രീ വരുന്നത്. അപ്പൊ അവനവിടെ വേരിന്റെ പ്രശ്നമൊന്നുമില്ല. സ്ത്രീയെ പറിച്ചെടുക്കുന്നതുകൊണ്ട് ആ വേരിൽ ഇച്ചിരി മണ്ണ് പറ്റി പിടിക്കും. ആ മണ്ണ് ഈ മണ്ണിൽ ഉള്ളതുകൊണ്ടായിരിക്കും അത് അങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുണ്ട്. ഒരു മരം നമ്മൾ പറിച്ചാൽ അവിടുത്തെ മണ്ണ് ഇച്ചിരി വേരുമലുണ്ടെങ്കിൽ ഈ മറ്റേ മണ്ണിൽ അത് പെട്ടെന്ന് പിടിച്ചു പോകും. ഇപ്പോൾ ജോലിയുള്ള സ്ത്രീകളുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ അവർ ജോലിയുള്ള സ്ത്രീകളാകുമ്പോൾ വീട്ടുജോലി രാവിലെ കഴിയണം, ഭർത്താവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഇത് നമ്മൾ ജോലി എടുക്കാൻ പോകുന്നിടത്ത് കാണുന്നതാണ്. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് അവരെ ലഞ്ച് ബോക്സ് ബാഗിലിട്ടിട്ട് ഓട്ടുണ്ട് അവർക്ക്. എന്നിട്ട് അക്കൗണ്ടൊക്കെ അവരുടെ പേരിലായിരിക്കും, ATM കാർഡ് ഭർത്താവിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം ഭർത്താവിനോട്. എന്ന് വെച്ചാൽ അവർ ജോലിയെടുത്ത കാശാണ് ചോദിക്കുന്നത്. അല്ല, ഇതിൽ വേറെ ഏറ്റവും വിരോധാഭാസം അതല്ല, വലിയ പണക്കാരുടെ വീട്ടിലെ സ്ത്രീകൾ അവര് ഇടികൊണ്ട് സ്വന്തമായിട്ട് കാർ ഓടിച്ച് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇടികൊണ്ട് ബസ്സിൽ കയറി ബസ് സ്റ്റാൻഡ് വരെ വെയിൽ കൊണ്ട് നടന്ന് അല്ലേ ഇവരൊക്കെ തിരിച്ചു വരുന്നു. അതിനേക്കാളും വലിയ അനീതി ഉണ്ടോ? ഇല്ല, അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനീതിയാണ് ഇത്. അവർ പ്രതികരിക്കുക, അവർ ഒന്ന് മുന്നോട്ട് ഇറങ്ങാന്നല്ലാതെ പിന്നെ ഈ പുരുഷൻ തന്നെ ഇറങ്ങുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും, ഞാൻ ഇനി എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പുരുഷനാണ്. അപ്പം ഞാൻ അതിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പരിമിതി അകത്തുണ്ടാവും. അങ്ങനെയുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ടാണെങ്കിൽ എൻ്റെ ഭാര്യയോട് ചോദിക്കണം നിങ്ങൾ. അവർക്കാണ് എന്നെ കൃത്യമായിട്ട് നിർവചിക്കാനും അടയാളപ്പെടുത്താനും പറ്റും. അബ്ബാസ് എങ്ങനെയാണ്, ഈ പുറത്ത് കാണുന്ന ഈ ജാടയും താടിയും എഴുത്തുമാണോ, യഥാർത്ഥ അബ്ബാസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം എൻ്റെ ഭാര്യയ്ക്ക്. ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും തങ്ങളെ ഭർത്താക്കന്മാർ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഭർത്താവ് അതിനേക്കാളും നന്നായിട്ട് നിങ്ങളെ തിരിച്ചറിയുന്ന ഭാര്യയില്ലേ? ആയിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഒരു വ്യക്തിയെ ഏറ്റവും അബോധ മനസ്സിലുള്ള വീക്ക്നെസ് പോലും പറയുന്നത്, ഒരു വ്യക്തിയെ ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുക മക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ കൂട്ടുകാരനോ ഒന്നും അല്ല, അവൻ്റെ ഇണയ്ക്കാണ്. ഭർത്താവിനെങ്കിൽ ഭർത്താവ്, ഭാര്യയ്ക്ക് അങ്ങനെ ഓപ്പോസിറ്റ് തിരിച്ചും മറിച്ചും നമുക്ക് അറിയാൻ പറ്റുക അവർക്കാണ്. അത് സ്ത്രീകൾ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും പുരുഷനെ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ദൗർബല്യമുണ്ട്, പുരുഷന് അങ്ങനെ മനസ്സിലാക്കാൻ വഴങ്ങി കൊടുക്കും നമ്മൾ പെട്ടെന്ന്.
നമ്മളെ രഹസ്യം അധികം രഹസ്യങ്ങളൊന്നും പുരുഷനുണ്ടാവില്ല. ഒരു രഹസ്യം എങ്ങനെയെങ്കിലൊക്കെ ചോർന്നു പോകും. പക്ഷെ നിങ്ങൾ ഒരു പെണ്ണിൻ്റെ രഹസ്യം ചോർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ എത്ര കടിഞ്ഞ് ശ്രമിച്ചാലും നടക്കില്ല. അത് നിങ്ങളെ ഭാര്യയാവട്ടെ, സഹോദരിയാവട്ടെ, അമ്മയാവട്ടെ, കൂട്ടുകാരിയാവട്ടെ, അത്ര പെട്ടെന്ന് ഒരു രഹസ്യം നിങ്ങൾക്ക് ചോർത്തിയെടുക്കാൻ പറ്റില്ല. പക്ഷെ പുരുഷന് രഹസ്യങ്ങൾ വെറുതെ ഒന്ന് നിങ്ങൾ കെട്ടിപ്പുറത്ത് ചുംബിച്ചാൽ നിങ്ങളെ രഹസ്യമൊക്കെ കൂടെ നിങ്ങൾ വിളിച്ചു പറയില്ലേ? അത് എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു സോഫ്റ്റ്നെസ് അവർക്കുണ്ട്, ഒരു മൃദുലതയും. അതിനാണ് അവർക്ക് കാണാൻ നമ്മളെ കളറെ സോഫ്റ്റും. അത് ശാരീരികമായ ശക്തി പുരുഷനാണെങ്കിലും അതെ, മാനസികമായ ശക്തി സ്ത്രീക്ക് തന്നെയാണ്. അവരത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ചുരുണ്ട് കൂടിക്കോളും. അവരെ തിരിച്ചറിയുന്നില്ല അവരുടെ. എന്നുവെച്ചാൽ രക്തം മുലപ്പാലാക്കുന്നത് അവരാണ്. രക്തം നാളെ മുലപ്പാലുണ്ടാക്കുക. ആ രാസവിദ്യ അവർക്കേ അറിയുള്ളൂ. പുരുഷന് അറിയില്ലല്ലോ. എത്ര ജന്മെടുത്താലും പുരുഷനോട് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കണം. അതില്ലാതെ എങ്ങനെ കുട്ടി വളരെ അണ്ട ഉൽപ്പാദിക്കണ്ടേ? അല്ല, അത് ഈ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സ്ത്രീകൾക്ക് ഒരുമിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാമൂഹികമായിട്ടും ജനിതകമായിട്ടും കാണുമല്ലോ. അതായത് ജനിതകം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് പോകുന്നൊരു സ്ത്രീ സ്വന്തം കുടുംബത്തേക്കാൾ കൂടുതൽ മക്കളെയും ഭർത്താവിനെയും സ്നേഹിക്കുകയും വേറിട്ട് വരികയാണല്ലോ. അപ്പോൾ ഒരു കുടുംബമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കെട്ടിവരുന്ന കുടുംബത്തിൽ അവിടെ പ്രശ്നങ്ങളാണല്ലോ, എല്ലാവരും രക്തബന്ധമല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഒരുമിക്കാനും സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിക്കാനും ഒരു സാഹചര്യം അവർക്കുണ്ടോ? സാഹചര്യം ഇല്ലാഞ്ഞിട്ട് കിട്ടിയാൽ അവർ ഒരുമിക്കുന്നത്. കിട്ടിയോടത്തോളം ഇപ്പോൾ അജിതൻ്റെ കീഴിൽ അന്വേഷണം ഉണ്ടായിരുന്നു. ഒരുപാട് സംഘടനകൾ അങ്ങനെ നല്ലത് ചെയ്തത്. സംഘടനകൾ ഇഷ്ടംപോലെ ഉണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചുമ്മാ വൈകുന്നേരം കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനുള്ള സംഘടനകളല്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട് ഒരുപാട് സംഘടനകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ. എന്ന് വെച്ചാൽ വീടിനകത്ത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നിയമപരമായിട്ടും അല്ലാതെയും സഹായം ചെയ്യുന്ന സംഘടനകളുണ്ട്. പക്ഷെ അവരെ ഒരുമിപ്പിക്കാനും പുരുഷൻ വിടേണ്ട ഒരു സാഹചര്യം കഷ്ടകാലമാണുള്ളത്. അവരൊന്നിച്ച് കൂടണമെങ്കിൽ പോലും പുരുഷൻ്റെ അനുമതി വേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ അവരത് നേടിയെടുത്തിട്ടുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം മെയിനാണ് ഒന്നാമത്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീയാണ്, നിങ്ങൾ സമ്പന്നയാണ്, ഞാനൊരു പുരുഷനാണ്, പാവപ്പെട്ട ആളുകൾ. നമ്മൾ രണ്ടുപേരും വായിക്കുന്ന സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ജനിച്ച സ്ഥലം കാണണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് സ്പാനിഷിലോട്ട് പോവാം. പക്ഷേ ഞാൻ പുരുഷനായതുകൊണ്ട് മാത്രം കാര്യമില്ല, എനിക്ക് എത്രയോ ജന്മം പണിയെടുക്കേണ്ടി വരും, എനിക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം വലുതാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുള്ളതൊക്കെ പടിപടിയായിട്ട് നേടിയെടുക്കാം. സ്ത്രീയും പുരുഷനാണെന്നുള്ള വ്യത്യാസമില്ല. ഇല്ല നമ്മൾ കാണാറില്ല. സമ്പന്ന സ്ത്രീകളെ കാണാറില്ല, നമ്മൾ അഹങ്കാരികളെ സ്ത്രീകളെ കാണാറില്ല. നമ്മൾ സമ്പത്തിൻ്റെ അഹങ്കാരം കാണിക്കുന്നത് എന്നോട് കാണിക്കാറ്. ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ തലയിലോട്ട് പെയിന്റ് ഒഴിച്ച സ്ത്രീകളുണ്ട്. അത് ഞാൻ എഴുതിൻ്റെ സ്ത്രീ എല്ലാവരും നല്ലവരാണ് നമ്മൾ പറയുന്നില്ല. തലയിലോട്ട് പെയിന്റ് ഒഴിച്ചിട്ട് സോറി പറഞ്ഞ സ്ത്രീകളുണ്ട്. ഞാൻ കുളിമുറി പോയി കഴുകാഴ്ചത്. അത് നിസ്സാര ഉദാഹരണം. അനുഭവം അതുകൊണ്ട് അതെൻ്റെ കവളത്തെ അടിച്ചത് സ്ത്രീയാണ്. അവർക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവരടിക്കോ? അപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നല്ല, നന്മയും തിന്മയും എല്ലാവരിലും ഉണ്ട്. കുറേയൊക്കെ പുറത്ത് പ്രകടിപ്പിക്കൽ അധികം നന്മ പ്രകടിപ്പിക്കുന്ന സ്ത്രീയാണ് എൻ്റെ അനുഭവത്തിൽ. എനിക്ക് വ്യക്തിപരമായി നേരിട്ടത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മൊത്തം അക്ഷരം പഠിപ്പിച്ചത് സ്ത്രീ ആണ്. വർഷമല്ല, വാക്കുകൾ പഠിപ്പിച്ചത്, അക്ഷരം പോലും അല്ല. വാക്കുകൾ അവരാദ്യം എന്നെ പഠിപ്പിച്ചത്. കടല്, ആകാശം, തീരാന്നൊക്കെ. ഈ ലൈംഗിക തൊഴിലാളികളുടെ അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാട്ടിൽ ആകാശം. അല്ല, അവർക്ക് അതൊക്കെ അറിയുള്ളൂ. അവർ ടീച്ചേഴ്സ് ഒന്നും അല്ലല്ലോ. അവർ എങ്ങനെ ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കാന്ന് അവർക്ക് അറിയില്ല. അത് ഞാൻ കുട്ടിയല്ല, 14 വയസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആദ്യം ആ അക്ഷരമാലയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ബോധമൊന്നും അവർക്കില്ല. അല്ല, അവരുമായിട്ടിപ്പം അന്ന് ഈ അക്ഷരം പറഞ്ഞു തന്ന ലക്ഷ്മിയടത്തി എന്നാണ് എഴുതുന്നത് അല്ലേ? പേരല്ല ലക്ഷ്മി ചേച്ചി. അവരന്ന് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ പരിപാടിക്ക് വന്നപ്പോ കോഴിക്കോട് അവരുടെ വീട് കോഴിക്കോടാണ്. കോഴിക്കോടാണോ? KLF അവിടെയാണ് ലക്ഷ്മി വേദിയിൽ അവരുണ്ടാവും. അല്ല, സദസ്സിൽ അവരുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭാര്യയും മക്കളും, പിന്നെ എനിക്ക് പോയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. 2 ആളുകളെ കാണാണ്ടായിരുന്നു. ഇവരെ കാണാൻ മെയിൻ. എന്നിട്ട് ഞാൻ പോയി അവരോട് സംസാരിച്ച് അവർ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ എത്തി. ഭാര്യയും മക്കളും മറ്റു ബസ്സിൽ വന്നു. അപ്പോൾ വളരെ സന്തോഷം. അതായത് ഇവിടെ അബ്ബാസ് എന്നൊരു കഥാകാരൻ ഉണ്ടായതിൽ വളരെ ഒരു അമ്മ സന്തോഷിക്കുന്ന പോലെ സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് അവർ കാണാമല്ലോ. അവരെ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ നിൽക്കുക. അപ്പോൾ അവരെ കണ്ണ് നിറയുന്നതും സന്തോഷം വരുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷെ അവരെ പരസ്യമായിട്ട് പരിചയപ്പെടുത്താൻ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്കും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സമൂഹം അപ്പോഴും സമൂഹം തന്നെയാണ് അവിടെ പ്രതിയായിട്ട് നിൽക്കുക. മക്കളുണ്ട്, അവർക്ക് ഭർത്താക്കന്മാരുണ്ട്, മരുമക്കളുണ്ട്. ഈ ലക്ഷ്മി ചേച്ചിക്ക്. മറ്റേ ആൾ മരിച്ചുപോയി, സൈനാർത്ഥ മറ്റുന്ന ആൾ. മരിക്കുന്നത് വരെ ഞാൻ അമ്മാവൻ്റെ വീട്ടിലോട്ട് കുറ്റിയടിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇവരെ കണ്ടിട്ടാണ് പോവുക. ഈ 2 പേരെയും കണ്ടിട്ട് ഓണാണെങ്കിൽ ഓണക്കോടി, പെരുന്നാളാണെങ്കിൽ പെരുന്നാളിനുള്ളത് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ
പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേയൊക്കെ എത്തിയപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അളവ് കുറഞ്ഞു, പോക്കും നിന്നു. എൻ്റേതായ പ്രശ്നങ്ങൾ കുട്ടികളായി, എൻ്റെ ചിലവ് വർദ്ധിക്കല്ലേ ചെയ്ത്. എന്നാലും ബന്ധുക്കളുണ്ടായത്, ഇടയ്ക്ക് പോകുമ്പോൾ കാണും നമ്മൾ. ഒരാൾ മരിച്ചുപോയി, ഒരാൾ എപ്പോഴുണ്ട്, അസുഖമാണ്, കുറേ അസുഖങ്ങളുണ്ട്, എന്നാലും ജീവിച്ചിരിപ്പില്ലേ. മനുഷ്യബന്ധത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ബന്ധിക്കപ്പെട്ട ആളുകളുടെ ആ ബന്ധം എന്തെങ്കിലും വിട്ടുപോകുമോ? ഇല്ല, അത്തരം ബന്ധങ്ങൾക്ക് ആഴം കൂടും. അല്ലാത്ത നിങ്ങളെ പ്രണയത്തിനും നിങ്ങളെ രക്തബന്ധങ്ങൾക്കൊന്നും അത്ര ഒരു ആഴം ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വാഴ നാരുപോലായി പോവാം, ഒന്ന് വലിച്ചാൽ പൊട്ടിപ്പോവും. ഇത്തരം ബന്ധങ്ങൾ അങ്ങനെയല്ല, അതിന് അപാരമായ ആഴം ഉണ്ടാവും. നമുക്കത് നിർവചിക്കാനോ എഴുതി ഫലിപ്പിക്കാനൊന്നും പറ്റില്ല, അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അവരെ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് മറ്റാരും എന്നെ ചേർത്ത് പിടിച്ചാലും എനിക്ക് കിട്ടില്ല. അതുപോലെ തിരിച്ച് അവർക്കും അങ്ങോട്ടും അങ്ങനെയുണ്ട്. അതിപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കും, എവിടുന്നോ നാട് വിട്ട് വന്നൊരു പയ്യൻ, അവരത്തരം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നൊരു സ്ത്രീ, അത് ഗതികേട് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. സമൂഹത്തിൻ്റെ വിചാരം അത് അവരെന്തോ ആസ്വദിച്ച് ചെയ്യുന്ന തൊഴിലാന്നൊക്കെ കരുതുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നല്ല ഗതികേട് കൊണ്ടാണ് അവിടെയും പുരുഷനാ കുറ്റവാളിയായിട്ട് വരുന്നത്. എന്നുവെച്ചാൽ ഈ ലക്ഷ്മി ചേച്ചിക്ക് അവിഹിത ഗർഭം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് പുറത്താവുകയും അവിഹിത ഗർഭത്തിന് ഉത്തരവാദി മുങ്ങുകയും ഉണ്ടല്ലോ. അന്നത്തെ കാലം അങ്ങനെയുള്ള പ്രണയിച്ച് ഏറ്റവും നിഷ്കളങ്കരാണ് അങ്ങനെ പ്രണയിച്ച് ചതിച്ചു, സ്വാഭാവികമായിട്ടും അത് അലസിപ്പോയൊരു ഗർഭം. പിന്നെ എന്ത് ചെയ്യും അവർ? നാട്ടുകാരാകെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത്? എന്ത് തൊഴിൽ ചെയ്യും? വീട്ടിൽ സ്ഥാനമില്ല, നാട്ടിൽ സ്ഥാനമില്ല. വീട്ടിൽ പുറത്താക്കിയിൽ പോലും അവിടെ ഉള്ള സ്ഥാനത്തിൽ 90% നഷ്ടപ്പെട്ടു. അവരെയും കുറ്റം പറയാൻ വയ്യ. എല്ലാവരും സാഹചര്യം. അപ്പോൾ എല്ലാ സ്ഥലത്തും വില്ലനായിട്ട് വരിക പുരുഷനാണ്. എന്നുവെച്ചാൽ ഞാനും നിങ്ങളാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. തിരിച്ചറിയൽ തന്നെ വലിയ കാര്യമാണ്.